കോതമംഗലം കുട്ടമ്പുഴയിൽ കാട്ടാന ആക്രമണത്തിൽ ഒരാൾ മരിച്ച സംഭവം ഡീൻ കുര്യാക്കോസ് MP അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകി. ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിൽ കാട്ടാന ആക്രമണത്തിൽ കഴിഞ്ഞ ഒരാഴ്ചയ്ക്കിടെ രണ്ടുപേരുടെ ജീവൻ നഷ്ടപ്പെട്ട സംഭവം ലോക്സഭയിൽ ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഡീൻ കുര്യാക്കോസ് MP അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകി. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള കൃത്യമായ അലംഭാവം. ഇന്നലെ ഈ സംഭവം ഉണ്ടാകുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് ആ പ്രദേശത്ത് കാട്ടാന ഇറങ്ങിയിട്ടുണ്ട്. അവയെ തുരത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഫോറസ്റ്റ് ഓഫീസിൽ പോയിരിക്കുന്ന നാട്ടുകാരെ കുറിച്ച് എനിക്കറിയാം. അവരെന്നോട് പറഞ്ഞത് അവിടെ പെട്രോളില്ല, ഡീസലില്ല എന്ന് പറഞ്ഞിട്ടുള്ള ന്യായവാദങ്ങളാണ് ഉദ്യോഗസ്ഥന്മാർ നിരത്തിയത് എന്നുള്ളതാണ്. അപ്പോൾ ഇത് ക്രിമിനൽ നെഗ്ലിജൻസ് ആണ്. ഈ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നടപടി സ്വീകരിക്കണം. അതോടൊപ്പം ജനങ്ങളുടെ ജീവനും സ്വത്തും സംരക്ഷിക്കാൻ പ്രാഥമികമായ ബാധ്യതയുള്ള സർക്കാർ അത് ചെയ്യാതെ മാറി നിൽക്കുന്നു. അപ്പോൾ ഇതിൽ ഗവൺമെൻറ്റിൻ്റെ അനാസ്ഥ മാത്രമാണ് മനുഷ്യജീവനുകൾ പൊലിഞ്ഞു വീഴുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. MP എന്നുള്ള നിലയിൽ തുടർച്ചയായി ഈ വിഷയം പാർലമെൻറ്റിൻ്റെ ശ്രദ്ധയിലേക്ക് ഇതിന് മുമ്പ് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളതാണ്. പ്രൈവറ്റ് മെമ്പർ ബില്ല് ഉൾപ്പെടെ അവതരിപ്പിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇന്നും ലോക്സഭയിൽ ഈ വിഷയം ഉന്നയിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതിനുവേണ്ടി അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയിട്ടുണ്ട്. അനുമതി ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയാണ് എനിക്കുള്ളത്. ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാരും അവധാനതയോടുകൂടിയിട്ടുള്ള തീരുമാനങ്ങൾ കൈക്കൊള്ളേണ്ടതായിട്ടുണ്ട്. മറ്റ് വിദേശ രാജ്യങ്ങളിൽ ഉൾപ്പെടെ അവിടെ മൃഗങ്ങളെ വേട്ടയാടുന്നതിന് വേണ്ടി ഹണ്ടിങ്ങിന് വേണ്ടിയിട്ടുള്ള പ്രത്യേകമായ പ്രൊവിഷൻസ് ഉൾപ്പെടെ ഉണ്ട്. ലോകരാജ്യങ്ങളിൽ ശാസ്ത്രീയമായ മാർഗങ്ങൾ നടപ്പിലാക്കിക്കൊണ്ട് ജനങ്ങളെ സംരക്ഷിക്കുമ്പോൾ ഇന്ത്യ രാജ്യത്ത് ജനങ്ങളെ വേട്ടയാടുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളുടെ ജീവനും സ്വത്തും സംരക്ഷിക്കാൻ അവർക്ക് ബാധ്യതയുണ്ട്. അതവർ ചെയ്യുന്നില്ല. മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകളോട് എനിക്ക് വീണ്ടും ആവശ്യപ്പെടാനുള്ളത്, ഇങ്ങനെ കൃത്യമായിട്ടുള്ള നെഗ്ലിജൻസ് ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കട്ടെ. അവർക്കെതിരെ മാതൃകാപരമായ നടപടി സ്വീകരിക്കട്ടെ. ഇവിടെ മന്ത്രിയും കേരള ഗവൺമെൻറ്റും ചെയ്യുന്നത് എന്താണ്? വീണ്ടും ഈ വനപാലകർക്ക് പൂർണ്ണമായ സംരക്ഷണം കൊടുക്കുന്ന, കുതിരയ്ക്ക് കൊമ്പ് കൊടുക്കുന്നത് പോലെ അവർക്ക് നിയമം അനുകൂലമാക്കി മാറ്റുന്ന ഒരു സ്ഥിതിയാണുള്ളത്. വനത്തിലിറങ്ങുന്ന ആളുകളെ ഏത് രീതിയിലാണ് ഇതിപ്പോൾ വനപാലകർ കൈകാര്യം ചെയ്യുന്നത്? അതൊന്നും ഇവിടെ വേണ്ട. കൃഷിഭൂമിയിൽ ഇറങ്ങുന്ന മൃഗങ്ങളെ തുരത്താനുള്ള അവകാശം അത് കൃത്യമായി നടപ്പിലാക്കാൻ കേരള സർക്കാർ തയ്യാറാവട്ടെ. അതായത് ഈ പറയപ്പെടുന്ന ഉദ്യോഗസ്ഥന്മാരെ തീറ്റിപ്പോറ്റുകയാണ് ഗവൺമെൻറ്. അവർക്ക് എല്ലാ വിധത്തിലുമുള്ള പരിഗണന ഇത് വീണ്ടും കിട്ടുകയാണ്. എന്നാൽ സാധാരണക്കാർക്ക് യാതൊരു റൈറ്റും ഇല്ല, ഒരവകാശവും ഇല്ല. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ എത്രയോ ഒരു ജനാധിപത്യ രാജ്യത്ത് ഭൂഷണമല്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് ഈ പറയപ്പെടുന്ന വീഴ്ച വരുത്തിയിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർ ക്രൂരമായ കുറ്റകൃത്യമാണ് ചെയ്തിട്ടുള്ളത്. ക്രിമിനൽ നെഗ്ലിജൻസ് ആണ് അവരുടെ ഭാഗത്ത് വന്നിട്ടുള്ളത്. ചങ്ങലയ്ക്ക് ഭ്രാന്ത് പിടിച്ചാൽ എന്ത് ചെയ്യും? ഗവൺമെൻറ് ഇക്കാര്യത്തിൽ അറിഞ്ഞുകൊണ്ട് വീഴ്ച വരുത്തിയിരിക്കുന്നു. ജനവാസ മേഖലകളിലും കൃഷിസ്ഥലത്തും വന്യമൃഗ ആക്രമണങ്ങൾ വർദ്ധിക്കുന്നത് സംസ്ഥാന സർക്കാരിന്റെയും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെയും അലംഭാവമാണെന്നും ഈ വിഷയത്തിൽ ശാശ്വതമായ പരിഹാരം ഉണ്ടാകണമെന്നും ഡീൻ കുര്യാക്കോസ് MP ആവശ്യപ്പെട്ടു. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.